ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് പ്രതിവർഷം 1.3 ദശലക്ഷത്തിലധികം ആളുകളാണ് റോഡപകടം മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു നിമിഷത്തെ അശ്രദ്ധയാവാം, അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടാവാം നഷ്ടപ്പെടുന്നത് വിലപ്പെട്ട ജീവനുകളാണ്. So ladies and gentlemen, today we are here to explore the ways to make our roads safer and to reduce the number of road traffic accidents and to save the life. നാഷണൽ സേഫ്റ്റി ഡേ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി അൽമാസ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഒരു ബോധവൽക്കരണം. റോഡ് സേഫ്റ്റി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ലോങ് ഡ്രൈവ് ഉപയോഗിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? ഇപ്പം ഒരു സുപ്രഭാതത്തിൽ വീട്ടിൻ്റെ ചുറ്റുവട്ടത്ത് അങ്ങോട്ട് ചമ്മാട്ടങ്ങാടിയിലോ അല്ലെങ്കിൽ കോട്ടക്കലങ്ങാടിയിലോ ഓടിക്കണോനോ ഓനൊരു രാവിലെ ടൂർ തീരുമാനിക്കും. എന്നിട്ട് പറയും നേരെ ഊട്ടി, അടുത്ത ദിവസം ഇങ്ങോട്ട് ബാംഗ്ലൂർ. ഇങ്ങനെയുള്ളവർ ചെന്ന് എവിടെയാണ് പെടാറ്? മിക്കവാറും ഉറങ്ങിയിട്ട് അപകടത്തിൽപ്പെടാറുണ്ട്. അതും ഭയാനകമായ അപകടത്തിലാണ് പെടാറുള്ളത്. ഇതിൽ ഈ മരണങ്ങളിലൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഡെത്ത് കാര്യങ്ങളിലൊക്കെ നമുക്കൊരു 40% മരണങ്ങൾ നമുക്ക് ഇഫക്റ്റീവായിട്ട് പേഷ്യൻറ്റിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ ആ വരുന്ന ആ ഗോൾഡൻ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ 40% മരണങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് പറയണത്. എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നമ്മളെ ചുറ്റുവട്ടത്തുള്ള ഭാഗത്ത് എവിടെയും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതെനിക്ക് ഉറപ്പാണ്. ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടില്ല. വഴിയിൽ ആളെ നോക്കാതെ കിടന്നിട്ട് അടുത്ത് കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിട്ട് ബാക്കിയുള്ള വസീം സാർ പറഞ്ഞ പല കാരണങ്ങളുകൊണ്ടും മരിച്ചിട്ടുണ്ടാവാം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിവിടെയുള്ള ട്രോമ കെയർ ടീമിൻ്റെയും അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരുടെയൊക്കെ അവരുടെ എല്ലാവരുടെയും എന്താ പറയുക, അവരുടെ ഒരു ഡെഡിക്കേഷൻ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെ ഇതുണ്ടായ രോഗിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട വിധം ഡോക്ടർ പറഞ്ഞു തന്നു. ഇതിലാദ്യം അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ആകെ രോഗിയെ എത്തിക്കാൻ ശ്രമിക്കണം. ചെയ്ത് ശരിയാക്കി ഒരു സർജൻ എന്ന നിലക്ക് ഇതൊക്കെ ശരിയായി എന്ന് കണ്ടാൽ പോലും ആ രോഗിക്ക് പിന്നെ വർഷങ്ങളോളം ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാത്രമേ ഏതെങ്കിലും ഒരു തരത്തിൽ മെച്ചത്തിലേക്ക് വരുള്ളൂ. എന്നാൽ പോലും ദൈവം തന്ന 100% നമുക്കൊരു ഡാമേജ് വന്നാൽ തിരിച്ച് കിട്ടില്ല, അത് ഉറപ്പാണ്. നമുക്കൊരു മുറിവ് ദേഹത്തുണ്ടായാൽ അതിനൊരു കലയുണ്ടാവും, അല്ലേ? പുറത്തൊരു പോറൽ സംഭവിച്ചാൽ അതിനൊരു കലയുണ്ടാവും. അതുപോലെ തന്നെ ശരീരത്തിലൊരു പരിക്ക് പറ്റിയാൽ നമുക്കൊരു കല ഉണ്ടായിരിക്കും. അതകത്താണെങ്കിലും പുറത്താണെങ്കിലും അത് ജീവിതകാലം മുഴുവൻ മരിക്കുന്നവരെ നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഇന്നത്തെ 10ാം ക്ലാസ്സാണ്. 3 വർഷം കഴിഞ്ഞാൽ റോട്ടിലിറങ്ങുന്ന വരുന്ന ഭൂരിഭാഗം കുട്ടികളും. അതിനെക്കൊണ്ട് നമ്മളുടെ സമൂഹത്തിലെ അക്രമവാസന അല്ലെങ്കിൽ അഗ്രസീവ്നെസ് കൂടുന്തോറും നമ്മൾക്ക് ഇത് പിടിച്ചു കെട്ടണമെങ്കിൽ നല്ല നിലയിലുള്ള എൻഫോഴ്സ്മെൻറ്റും എന്ന് പറഞ്ഞാൽ നിയമം നടപ്പിലാക്കുകയും പൊതുജന സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞാൽ, എൻ്റെ മകൾക്ക് ഒരു 1.5 മാസം മുന്നേ പെട്ടെന്നല്ല ഒരു സൈക്കോളജിക്കൽ സിംറ്റമാണ് കാണിച്ച് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിന് എടുത്ത് കൊണ്ടുപോയി. കാരണം +1 വിദ്യാർത്ഥിയാണ്, നന്നായിട്ട് പഠിക്കും. പെട്ടെന്ന് ആൾ ഡൗൺ ആയി. കൊണ്ടുപോയപ്പോൾ ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ തന്നെ അവർ ഇങ്ങോട്ടാണ് റെഫർ ചെയ്ത്, കോഴിക്കോട് നിന്ന് സൈക്കോളജിസ്റ്റ് നമ്മുടെ അനൂപ് ഡോക്ടറാണ്. പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു ചെറിയ എന്തോ പ്രശ്നമുണ്ട്, വലത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നുണ്ട്, കുട്ടി സ്റ്റേബിൾ അല്ല, ന്യൂറോളജിസ്റ്റിനെ കാണിക്കണം. ന്യൂറോളജിസ്റ്റിനെ ഞാൻ ഫവാസ് ഡോക്ടറായിരുന്നു കണ്ടു. അദ്ദേഹം സ്കാൻ ചെയ്തു, MRI എടുത്തു, പ്രശ്നമുണ്ടെന്നു. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റേജ് ഡയഗ്നോസിസ് ആണ്. അപ്പോഴേക്ക് ഇത് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയി തുടങ്ങി. അത് ഓൾമോസ്റ്റ് കോമ സ്റ്റേറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോൾ അന്നേരം എന്നോട് എൻ്റെ കുടുംബത്തിലെല്ലാവരും പറഞ്ഞു നമ്മൾക്ക് ഇവിടെ നിന്ന് നിമാൻസിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിൽക്കട്ടെ നോക്കാം. അപ്പോൾ ഡോക്ടർ നമ്മൾ കോൺഫിഡൻസ് കൊടുക്കണം. ഞാൻ പറയാൻ കാരണം ഇത് റെയറസ്റ്റ് ആയിട്ട് ഒരു 2 ലക്ഷം കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അത് ഡയഗ്നോസ് ചെയ്ത് എനിക്ക് ഉടനെ തന്നെ ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ആ കുട്ടി 15 ദിവസം കൊണ്ട് ക്യൂറായി. ഹോസ്റ്റലിൽ എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് തിരിച്ച് അവളുടെ സ്കൂളിലെ ഹോസ്റ്റലിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റി.
അബ്ദുൽ ഹമീദ്